നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് നമുക്കൊരു 4 ഉള്ളിയാണ്, ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. നമ്മുടെ സവോള അത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി എടുക്കാം. ഞാൻ ചെറിയ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പീസ് ചെറുത് 2 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം, വെജിറ്റബിൾ എല്ലാം നമുക്കതാണ് വേണ്ടത്. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് 2 തക്കാളി ചെറുതാണ് ഞാൻ എടുക്കുന്നത്, മീഡിയം ടൈപ്പുള്ള ചെറിയ തക്കാളി. വെളുത്തുള്ളി നമുക്ക് അത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ ഒരു 3 അല്ലി 4 അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുത്. ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പൊതുവെ നമ്മൾ കേരളത്തിൽ ഈ സോയാബീൻ വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ ഉപയോഗിക്കാത്തതാണോ അതോ അവൈലബിൾ ആണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എന്നാലും കുറവാണത്. കോമൺ ആയിട്ട് ആൾക്കാർ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടമാനം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തക്കാളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ മീഡിയം ടൈപ്പുള്ള 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കേരളത്തിൽ പൊതുവേ നമ്മളിത് ഉപയോഗിക്കാറ് കുറവാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് മിക്ക ഏത് ഇതിൽ പോയാലും ഡിഷ് ഒരു മെയിൻ ഡിഷായിട്ട് തന്നെ അവർ ഉപയോഗിക്കാറുണ്ട്. സോയാബീൻ്റെ ഒരു സബ്ജി, ഒരു കറി ഉണ്ടാകും എപ്പോഴും. അല്ലെങ്കിൽ ചില കറികളിലൊക്കെ അവർ ആഡ് ചെയ്യാറുണ്ട്. കുറച്ച് മല്ലിയില വേണം, നമ്മൾ മല്ലിയില, കരിയാപ്പില, ഇതൊക്കെയാണ് നമ്മൾ കറി ലീഫൊക്കെയാണ് ഇതിൻ്റെ വേണ്ടത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മളിത് പൊതുവേ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ഇതിനകത്ത് ഒരു കൂടുതലും കുറവുമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. സെയിം സാധനമാണ്. വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തു. നമ്മൾ അതിൽ കുറച്ച് കടുക് ഒന്ന് ചൂടാകട്ടെ. നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം, നല്ലതായിട്ട് ചൂടായതിന് ശേഷം കടുകായി, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം നമുക്ക് ഇടാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോള ആഡ് ചെയ്തു. അല്പം ഉപ്പിടാം, പെട്ടെന്ന് തന്നെ വഴഴും.
കുറച്ച് മല്ലിച്ചപ്പും കൂടെ, മല്ലിയില കൂടെ നമുക്കിടാം. നിങ്ങളൊരു പ്രാവശ്യം നിങ്ങളിത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അത് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു. നമുക്ക് മല്ലി ആഡ് ചെയ്യാം. നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് പച്ചമണമൊക്കെ പോകണം, നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഈ ഇറച്ചിയൊക്കെ ഉണ്ടാകുന്നല്ലോ. പിന്നെ നമുക്ക് മുളക് പൊടി, റെഡ് ചില്ലി, അത് കശ്മീരി ചില്ലിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി ഞാൻ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം കശ്മീരി ചില്ലി ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ എരിവ് എങ്ങനെ താല്പര്യമെന്ന് വെച്ചാൽ നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് മീറ്റ് മസാല ഇതിനകത്ത് ആഡ് ചെയ്യാം. നല്ല ശരിക്കും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലതായിട്ട് ഇത് ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് നിങ്ങളിത് ചെയ്ത് കൊടുക്കണം. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒക്കെ പറ്റും. ഇപ്പം കുറച്ച് മസാല, നമ്മൾ ഗരം മസാല ആഡ് ചെയ്തു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നല്ലതായിട്ട് ഫ്രൈ ചെയ്യാം. നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇടാം അതിനകത്ത്. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ മല്ലിച്ചപ്പിടാം നമുക്ക്. ഈ മല്ലിയിലയും കരിയാപ്പിലയും ഒക്കെ കൂടെ കറി ലീഫിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതിപ്പം ഒരു ഈവൻ നമുക്ക് പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലതായിട്ട്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഏത് ഡിഷ് എന്തിൻ്റെ കൂടെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇനി നമുക്ക് സോയാബീൻ ആഡ് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഞാനത് കാണിച്ചില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇനി അത്യാവശ്യം നല്ലതായിട്ട് നമുക്കൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ശരിക്കും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ആ മസാലയെല്ലാം അതിൽ പിടിക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് കൊടുത്ത് നമ്മളിതിനകത്ത് വെള്ളം ആഡ് ചെയ്യാം. ആ വെള്ളത്തിൽ ഇനി അങ്ങ് വേകും. അതായത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് നല്ലതായിട്ട് നമ്മളങ്ങോട്ട് അത് അങ്ങ് വേവിച്ചെടുക്കാം. ഇളക്കി നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഒന്ന് തുറന്നു നോക്കണം. 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ,
അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അടുത്ത് നിന്നിട്ട് നമ്മളിത് അത് പെട്ടെന്ന് നല്ലതായിട്ടൊന്ന് വേകും, നല്ലതായിട്ടൊന്ന് മസാലയൊക്കെ കയറും, നല്ലതായിട്ട് അടച്ചു വെക്കുന്നു. ആയിട്ടുണ്ട്, നോക്കൂ. ഓ, നിങ്ങൾ നോക്കാം, എൻ്റെ കളറൊക്കെ ഒന്ന് നോക്കാം. നമുക്കിത് ആരെങ്കിലും പറയൂ ഇത് ഇറച്ചിയാണെന്ന്, ഇറച്ചിയല്ലെന്ന് ആരും പറയില്ല. മീറ്റ് പോലെ തന്നെയുള്ളൂ. ഇത് കഴിക്കുമ്പോഴും ആ ടേസ്റ്റും ആ മണവും എല്ലാം അതേപോലെ തന്നെ വരും. നല്ല രസമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള ഒരു താങ്ക് യു.